ശശി തരൂരിന്റെ വിവാദാഭിമുഖത്തെ അവഗണിച്ച് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധി തരൂരുമായി നേരിട്ട് ചർച്ച നടത്തിയതിനു ശേഷവും പ്രകോപനപരമായ നിലപാട് തുടരുന്നത് നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തരൂരിനെ തൽക്കാലം പ്രകോപിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് നേതാക്കൾ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഒരു പരസ്യപ്പോര് നല്ലതല്ലെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. തരൂരിന്റെ പുതിയ അഭിമുഖം പുറത്തു വന്നതിൽ കോൺഗ്രസിനകത്ത് കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ പ്രകോപിച്ച് കാര്യങ്ങൾ വഷളാക്കേണ്ട എന്നതാണ് തീരുമാനം. ഞങ്ങളുടെ പാർട്ടി വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഇതാണ് കോൺഗ്രസിന്റെ സൗന്ദര്യവും. വിമർശിക്കുന്ന ആളെയെല്ലാം 52 വെട്ടി കൊല്ലുന്ന പാർട്ടിയല്ല. ചെന്നിത്തലയും തുറന്ന യുദ്ധത്തിനില്ല. എന്നാൽ പാർട്ടിക്ക് അനിവാര്യമായതുകൊണ്ടാണ് തരൂരിനെ MP-യും മന്ത്രിയുമാക്കിയതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. എറണാകുളത്ത് നടന്ന KPCCയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം പാർട്ടി അംഗമല്ലാതായിട്ട് കൂടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. സോണിയാഗാന്ധിയുടെ പങ്കെടുത്ത ആ വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി. അങ്ങനെ അദ്ദേഹം പാർട്ടിയിലേക്ക് വരികയാണ് ചെയ്തത്. വാക്കുകൊണ്ട് അല്പമെങ്കിലും കടുപ്പിച്ചത് KPCC അധ്യക്ഷൻ മാത്രമാണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് നാഷണൽ ലീഡർഷിപ്പ് ഡിസ്കസ് ചെയ്യാം. എന്ത് പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന് നിലക്ക് ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. പാർട്ടിക്ക് പുറത്തുള്ള വോട്ട് കൂടി സമാഹരിക്കാൻ തനിക്കാകുമെന്ന തരൂരിന്റെ പ്രസ്താവനയ്ക്കുള്ള മുരളീധരന്റെ മറുപടി പരിഹാസരൂപേണ ആയിരുന്നു. എന്നാൽ വെട്ടിത്തുറന്നടിക്കാൻ മുരളീധരനും തയ്യാറായില്ല. അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും എന്നെപ്പോലുള്ള ഞാനൊക്കെ പാർലമെൻറ്റിലുണ്ടായിരുന്നപ്പോഴും നമ്മളൊക്കെ കൊച്ചു കേരള കാര്യങ്ങളും കൊച്ചു ഭാരതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയിൽ കൂടുതൽ അറിവ് അദ്ദേഹത്തിനുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസ് അതിൻ്റേതായിട്ടുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തും. പാർട്ടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നേതൃസ്ഥാനത്ത് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം അത് ഘടകകക്ഷികളാണ്, ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. ഓരോ പാർട്ടിയും അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കണം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും നിരവധി പേരുകളാണ് പാർട്ടിയിൽ ചർച്ചയാകുന്നത്. അതിനിടയിലാണ് സംസ്ഥാന കോൺഗ്രസിന് നേതൃദാരിദ്ര്യമുണ്ടെന്ന തരൂരിന്റെ പ്രസ്താവന. തെരഞ്ഞെടുപ്പ് സമയത്തെ വിവാദങ്ങൾ UDF-നുണ്ടാക്കാൻ പോകുന്ന കോട്ടം ചില്ലറയൊന്നുമല്ല. കാര്യങ്ങൾ തകിടം മറിയുമെന്ന അധിയും നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഈ മൗനവും. അതിന്റെ മലയാളം പറയട്ടെ. നോ കമന്റ്സിന്റെ ഒരു പ്രതികരണവും ഇല്ല. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.